ഗുരുവായൂർ ഏകാദശി ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിൽ നിന്ന് മുതിർന്ന സംഗീതജ്ഞരെ ഒഴിവാക്കിയതിൽ വലിയ പ്രതിഷേധം ഉയരുന്നു. ചേർത്തല രംഗനാഥ ശർമ്മയെയും കൊല്ലം GS ബാലമുരളിയെയും സംഗീതോത്സവത്തിൽ നിന്ന് ദേവസ്വം ഒഴിവാക്കിയതിലാണ് പ്രതിഷേധം. 3 പതിറ്റാണ്ടിലേറെയായി സംഗീതോത്സവത്തിൽ കച്ചേരി അവതരിപ്പിക്കുന്നവരാണ് ഇരുവരും. രംഗനാഥ ശർമ്മയ്ക്ക് പകരം നവംബർ 29-ന് കച്ചേരി അവതരിപ്പിക്കാൻ KS വിഷ്ണുദേവിനോട് ദേവസ്വം ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹവും പിന്മാറി. രംഗനാഥ ശർമ്മയെ ഒഴിവാക്കിയാണ് തന്നെ കച്ചേരിക്ക് ക്ഷണിച്ചതെന്ന് ആദ്യം അറിയില്ലായിരുന്നു എന്നും അത്തരമൊരു സാഹചര്യത്തിൽ കച്ചേരി അവതരിപ്പിക്കാൻ താല്പര്യമില്ലെന്നും വിഷ്ണുദേവ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാനുള്ള ക്ഷണം ആദ്യം ആഹ്ലാദത്തോടെയാണ് സ്വീകരിച്ചത്. എന്നാൽ രംഗനാഥ ശർമ്മയെ പോലെ ആചാര്യസ്ഥാനത്തുള്ള സംഗീതജ്ഞരോട് സ്വീകരിക്കേണ്ട പെരുമാറ്റ രീതി ഇതല്ല. ഗുരുസ്ഥാനീയരായ സംഗീതജ്ഞരോട് ഇത്തരം നിലപാട് സ്വീകരിക്കുന്നതിനാൽ 29-ന് നടക്കേണ്ട കച്ചേരിയിൽ നിന്ന് പിന്മാറുകയാണ് വിഷ്ണുദേവ് കുറിച്ചു. സംഗീതാസ്വാദകരോട് മാപ്പ് ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചയ്ക്ക് താല്പര്യമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഗുരുവായൂർ ദേവസ്വം എല്ലാ വർഷവും നൽകി വരാറുള്ള ഗുരുവായൂരപ്പൻ ചെമ്പൈ സംഗീത പുരസ്കാരം നിർണയിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മുതിർന്ന സംഗീതജ്ഞരെ ഒഴിവാക്കാൻ കാരണം. ദേവസ്വത്തിന് താല്പര്യമുള്ള ഇടതുപക്ഷക്കാരനായ സംഗീതജ്ഞന് പുരസ്കാരം നൽകണമെന്ന് ബോർഡ് നിർദ്ദേശിച്ചു. എങ്കിലും രംഗനാഥ ശർമ്മ ഉൾപ്പെടെ ജൂറി അംഗീകരിച്ചില്ല. പാൽക്കുളങ്ങര അംബികാദേവിക്കാണ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത്. ഇതിൽ ക്ഷുഭിതരായാണ് ദേവസ്വം ജൂറി അംഗങ്ങളായ മുതിർന്ന സംഗീതജ്ഞരെ സംഗീതോത്സവത്തിൽ നിന്ന് ഒഴിവാക്കിയത്. കച്ചേരിയിൽ നിന്ന് പഞ്ചരത്ന കീർത്താലാപനത്തിൽ നിന്നും രംഗനാഥ ശർമ്മയെയും ബാലമുരളിയെയും ഒഴിവാക്കി. സീനിയർ വയലിനിസ്റ്റ് നെടുമങ്ങാട് ശിവാനന്ദനെയും ദേവസ്വം അവഗണിച്ചതായി പരാതി ഉയർന്നു. നിരവധി കലാകാരന്മാർ ചെമ്പൈ സംഗീതോത്സവത്തിൽ നിന്ന് ഇക്കുറി വിട്ടുനിൽക്കുകയാണ്.